ഇരിക്കുന്നത്. നടി ചിറ്റി വന്നോ ചിറ്റി വന്നോ എന്നുള്ളതാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? പുറത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചിറ്റി വന്നോ, ചിറ്റി ചേച്ചി വന്നോ, അങ്ങനെയൊക്കെ ആളുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ലൈവ് സെറ്റ് ചെയ്യുക. ശബ്ദങ്ങളോട് ബാക്കിലോട്ട് വന്നു. ഇതെല്ലാം ഞാൻ തന്നെ പിടിക്കണം. ഓക്കെ. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മുഖങ്ങളിൽ ഒന്ന് ചിറ്റി ചേച്ചിയുടെ മുഖം തന്നെയാണ്. ഒരുപാട് പേര് കണ്ടില്ലേ, ആ മതിലിലും ഒരുപാട് പേര് ചേച്ചിയെ കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് എത്രമാത്രം സന്തോഷമാണ്, എത്രമാത്രം ആഗ്രഹമാണ് പൊങ്കാല എന്ന് പറയുന്നത്. അത് ആഗ്രഹവും സന്തോഷത്തിനെക്കാട്ടില് ഞാൻ കണ്ട് ശീലിച്ചത് അതാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചു വളർന്നത്. അപ്പൊ എന്റെ ചെറുപ്പത്തിലെ തൊട്ട് എന്റെ വീട്ടില് അമ്മയും അച്ഛമ്മയും എല്ലാവരും പൊങ്കാല ഇടാൻ പോവായിരുന്നു. ഞങ്ങളും ഇപ്പൊ തട്ടല്ലേ ചെറിയ കുട്ടികളായിരുന്നു, അപ്പൊ ഞങ്ങളും കൂടെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ തുടങ്ങിയൊരു ശീലമാണ്. അത് ഇതുവരെയും മുടക്കിയിട്ടില്ല. അപ്പൊ എനിക്കൊന്ന് അത് കുഞ്ഞിലെ മനസ്സിൽ കയറിയതായിരിക്കും എല്ലാം നന്നായിട്ട് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന തന്നെ എല്ലാ വർഷവും വരുന്നു. തലേ ദിവസം എത്തും. കാരണം ഇന്ന് രാവിലെ എത്താൻ ബുദ്ധിമുട്ടാണ് ഇവിടെ, ക്ഷേത്രത്തിന്റെ അടുത്തായതുകൊണ്ട്. അപ്പൊ ഞാൻ തലേ ദിവസം എത്തും. ക്ഷേത്ര ദർശനമൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ഒരുപാട് വർഷം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ സ്കൂളിന്റെ സമയം തൊട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ നോക്കിയിട്ടില്ല. അല്ല, കോവിഡ് സമയത്ത് വീട്ടിലിട്ടു. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു, വീട്ടിലിട്ടു. ഇല്ല സെക്കൻഡ് ഇല്ല. ഒരു പ്രാവശ്യം കോവിഡിന്റെ സമയത്ത്. തിരക്ക് കൂടുന്നുണ്ടല്ലോ. തിരക്ക് എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഓരോ വർഷം നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ. വീണ്ടും അടുത്ത വർഷം ആകുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് തിരക്ക് വരുന്നത്. കാരണം അത്രയും ആളുകൾ ഈ അമ്മയെ ഒരു നോക്ക്, കാരണം ക്ഷേത്രത്തിലെ ക്യൂ നിന്നൊക്കെ വരുമ്പോൾ ഒരു നോക്ക് കാണാനേ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇത്രയും മണിക്കൂറുകൾ ക്യൂ നിന്ന് കണ്ട് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതല്ലേ എല്ലാവരും. സന്തോഷാണ്. ആദ്യം പറയുന്നത് 10 മണിക്ക് പുറത്തിറങ്ങും. അപ്പൊ ഒരു ചേച്ചി പറയുന്നുണ്ടോ, അയ്യോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പൊങ്കാല ഞങ്ങളും അവിടെ ഈ പറഞ്ഞ പോലെ തേങ്ങ തിരുമലും ഒക്കെ ആയിട്ട് ബിസിയാണ്. മുറിയില് ഇറങ്ങി വരാത്തതല്ല. ശരി. എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയാണ്? എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം വളരെ സന്തോഷം. ഒന്ന് ഇടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യമാണ്. അപ്പം ഒരു വർഷം ജനങ്ങൾ കൂടി വരികയാണ്. സ്ത്രീകളുടെ എണ്ണം ഇത്രയും കൂടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അമ്മയുടെ
അമ്മയുടെ അടുത്ത് വന്ന് ഇടാനുള്ള ഭാഗ്യം കുറേ ആൾക്കാർക്കും കൂടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊരു മഹാഭാഗ്യമാണ്. നമുക്ക് വന്ന് ഇടാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ദൈവാധീനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം ഒരു നിയർലി 15 years ആവുന്നു. പക്ഷെ അടുപ്പിച്ചല്ല, ചിലപ്പം 2 വർഷം ഈ കോവിഡ് ആയതുകൊണ്ട് ഫ്ലാറ്റിലാണ് ഇട്ടത്. പിന്നെ ലൈക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ഗീത എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. അപ്പം ഫ്രണ്ടിൻ്റെ കൂടെ പോയി അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോരുത്തരുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് വർഷമായിട്ട് ചിപ്പിയുടെ കൂടെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോയി തൊഴാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അത്